നമ്മളിപ്പോൾ ദൈവവചനം ധ്യാനിക്കാൻ പോകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, നീ എന്നോട് സംസാരിക്കണമേ. വെളിപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായം നമ്മൾ കഴിഞ്ഞ 3 ആഴ്ചകളായി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായമാണ്. അതിലെത്ര കാര്യങ്ങൾ ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഹല്ലേലൂയ. ജനത്തിൻ്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് സാത്താൻ മനുഷ്യനെ അടിമയാക്കുന്നത് നമ്മൾ കണ്ടല്ലോ. ഭക്തിയുടെ വേഷം ധരിച്ച് മനുഷ്യനെ വഞ്ചിക്കുന്നത് ഇന്ന് നമ്മുടെ മുമ്പേ കാണാമല്ലോ. ഇതിൻ്റെ മധ്യത്തിലാണ് നമ്മൾ നമ്മുടെ വിശ്വാസത്തെ കാക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പാട്ടുകൾ പാടി നിന്നെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ തന്ന അവസരത്തിനായി സ്തോത്രം പിതാവേ. ഹല്ലേലൂയ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണ്. ഹല്ലേലൂയ. കർത്താവേ, ഈ സമയം ഞങ്ങൾ ഒന്നിച്ച് ആരാധിക്കുമ്പോൾ എത്ര ദൂരെ ദൂരെയാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ കർത്താവേ, നീ ഞങ്ങൾ ഓരോരുത്തരുടെ അടുത്തുണ്ടല്ലോ. മനുഷ്യൻ ദൂരെയാണെങ്കിലും നീ ഞങ്ങളുടെ അടുത്തുണ്ട്. താങ്ക് യു ലോർഡ്. നിന്റെ വചനത്തിന്റെ മുമ്പേ വരുമ്പോൾ പിതാവേ, ഞങ്ങളോട് സംസാരിക്കണമേ. ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ആത്മാവിൽ ബലപ്പെടുവാൻ സഹായിക്കണമേ. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വചന ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 17 വേഴ്സസ് 7 ഓൺവേർഡ്സ്. 7 മുതൽ 13 വരെ നമുക്ക് വായിക്കാം. 7 to 13. ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഈ സ്ത്രീയുടെയും 7 തലയും 10 കൊമ്പും ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അവ 7 രാജാക്കന്മാരുമാകുന്നു. 5 പേർ വീണുപോയി. ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞോന്ന് ഇരിക്കേണ്ടതാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8-ാമത്തവനും 7 ഉൾപ്പെട്ടവനും തന്നെ. അവൻ നാശത്തിലേക്ക് പോകുന്നു. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ. അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോട് ഒന്നിച്ച് 1 നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. ഇവർ ഒരേ അഭിപ്രായമുള്ളവർ. തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. പിന്നെ 13 വരെ വായിച്ചല്ലോ. നമ്മൾ ഇനി ശ്രദ്ധിക്കാൻ പോകുന്നത്, കഴിഞ്ഞ 3 ആഴ്ചയായി നമ്മൾ വെളിപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായമാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഒത്തിരി കാര്യങ്ങൾ ദൈവാത്മാവ് നമ്മൾ ഓരോരുത്തർക്ക് ആവശ്യമായ കാര്യങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്നു. സാത്താൻ എങ്ങനെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ചൂഷണം ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ 7-ാമത്തെ വാക്യം മുതലാണ്. പക്ഷെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ദാനിയേൽ 4-ാമത്തെ അധ്യായം ശ്രദ്ധിച്ചിട്ടാ നമ്മൾ നിർത്തിയത്. അവിടെ എടുത്ത വിഷയം നെബൂഖദ്നേസർ വലിയ ചക്രവർത്തിയാ, എംപറർ.
അദ്ദേഹത്തിൻ്റെ വലിയ ബാബിലോൺ സാമ്രാജ്യവും ബാക്കിയെല്ലാം തൻ്റെ മഹത്വത്തിനു വേണ്ടി, ലോകത്തിൻ്റെ മുമ്പേ തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ ഉണ്ടാക്കിയ പട്ടണവും തൻ്റെ രാജ്യവും, അതിൽ അദ്ദേഹം അഹങ്കരിച്ച ഒരു ചക്രവർത്തിയാണ്. ദൈവം സ്വപ്നം കൊടുത്തു. ഒരു സ്വപ്നമല്ല, വേറെ കുറെ സ്വപ്നങ്ങളുണ്ട്. ഒരു സ്വപ്നം കൊടുത്ത് രാജാവിൻ്റെ ഉറക്കം കളഞ്ഞു. അവിടെ നമ്മൾ ദാനിയേലിൻ്റെ ആ ജീവിതം, ചക്രവർത്തി ദാനിയേലിനെ കുറിച്ച് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു. നമ്മൾ അവിടെ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത്. സോ നമ്മുടെ വിഷയം, സഭ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ദൈവാത്മാവ് ഓരോന്നോരോന്നായി നമ്മളോട് വെളിപ്പെടുത്തി തരുന്നതിൻ്റെ കാര്യം, നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ വാഴേണ്ടിയവരാ. നമ്മൾ ഓരോരുത്തരും ദൈവം മക്കളായതുകൊണ്ട് മാത്രമാണ് സർവശക്തനായ ദൈവം ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞിട്ട് ലോക സംഭവങ്ങൾ എന്തൊക്കെ നടക്കുമെന്ന് ദൈവം നമ്മളോട് പറയുക. ഒന്ന് നിന്ന് ആ വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അതൊന്ന് മനസ്സിലാക്കാൻ ദൈവം അബ്രഹാമിൻ്റെ അടുത്ത് ഇറങ്ങി വന്നേ. അബ്രഹാമിൻ്റെ കുടിലിൻ്റെ വെളിയിലിരുന്ന് ആഹാരം കഴിച്ചു. ഒരു സ്നേഹിതൻ്റെ പോലെ സോദോം ഗൊമോറയുടെ കാര്യങ്ങൾ അബ്രഹാമിനോട് പറഞ്ഞു. എന്താ, ഇവൻ എൻ്റെ സ്നേഹിതനാ, ഈ ലോകത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരുന്നവനാ, എൻ്റെ ഹിതപ്രകാരം എൻ്റെ ആഗ്രഹം പ്രകാരം നടക്കുന്നവനാ, ഇവനോട് ഞാൻ ഒരു കാര്യം മറച്ചു വയ്ക്കത്തില്ല. പ്രിയമുള്ളവരെ, നമ്മളെ ദൈവം ദാസനല്ല, നമ്മളെ സ്നേഹിതനാ വിളിക്കുന്നത്. നമ്മളോട് സ്വർഗത്തിന് എത്ര കാര്യങ്ങൾ പറയാനുണ്ടെന്നേ, എത്ര വിഷയങ്ങൾ സ്വർഗം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആ ഒരു നിലവാരത്തിലേക്ക് എഴുന്നേറ്റാൽ ദൈവത്തിന് അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ആ യോഗ്യമനുസരിച്ച് എൻ്റെ നടപ്പും എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ ചിന്ത ഒന്നായി തീർന്നാൽ എത്ര കാര്യങ്ങൾ എൻ്റെ പിതാവ് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ജീവിതം എത്ര പേർക്ക് അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരുന്നേ. നമ്മളൊരു ദാനിയേൽ, നെബൂഖദ്നേസർ സ്വപ്നം കാണുന്നു, ദാനിയേലിന് അതിൻ്റെ മറുപടി ഉണ്ടെന്നേ. ഇവിടെ നമ്മൾ അതിൻ്റെ 7-ാമത്തെ വാക്യം വായിച്ചേ, വേഴ്സ് 7. ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഈ സ്ത്രീയുടെയും 7 തലയും 10 കൊമ്പും ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം. സോ ഇവിടെ ദൂതൻ പറയുന്നത്, യോഹന്നാനെ, നീ എന്തിനാ ആശ്ചര്യപ്പെടുന്നത്? ഈ സ്ത്രീ, അതിൻ്റെ കൂടെ ആ മൃഗവും 7 തലയും 10 കൊമ്പിന്റെ മർമ്മം ഞാൻ വെളിപ്പെടുത്തി തരാം. ഇതൊരു മർമ്മമാ. സോ മർമ്മം പറഞ്ഞാൽ സാധാരണ ഒരു വ്യക്തിക്ക് മനസ്സിലാകാൻ കഴിയത്തില്ലെന്നേ. എത്ര പഠിത്തമുണ്ടെങ്കിലും, എത്ര വിവരം ഉണ്ടെങ്കിലും. ഇന്ന് നമ്മൾ ന്യൂസ് നോക്കുമ്പോൾ എത്ര ന്യൂസ് അനാലിസിസ് ഉണ്ട്, ഡിഫൻസ് അനാലിസിസ് ഉണ്ട്, ഇക്കോണമിയെക്കുറിച്ച് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ഒത്തിരി പഠിച്ചവർ PhDയും ബാക്കി കാര്യങ്ങളെല്ലാം ഉള്ളവരുണ്ട്. നമ്മളെക്കാട്ടും എത്ര പഠിപ്പുള്ളവരുണ്ട്. പക്ഷെ അവരുടെ പഠിത്തം, അവരുടെ ജ്ഞാനം, അവരുടെ അനുഭവം ഈ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ അവരെ കൊണ്ട് കഴിയത്തില്ലെന്നേ. ഈ ലോകം എങ്ങോട്ടാ പോകുന്നത്, ലോകത്തിൻ്റെ ഭാവി എന്താ, അവർ എത്ര ചിന്തിച്ചാലും അവർക്ക് കഴിയത്തില്ല. ഇവിടെ ദൂതൻ യോഹന്നാനോട്, നീ എന്തിനാ ആശ്ചര്യപ്പെടുന്നത്? ഈ മർമ്മം ഞാൻ പറഞ്ഞു തരാന്നേ. ആ മർമ്മം അതിൻ്റെ 8-ാമത്തെ വാക്യം, നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും
ഇനി അഗാധത്തിൽ നിന്ന് ആഹാ. കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതുമാകുന്നു. സോ ഈ മൃഗം, അതിനെക്കുറിച്ച് ഇംഗ്ലീഷിലാണ് that thou sawest was and is not and shall ascend out of the bottomless pit and go into perdition, and they that dwell on the earth shall wander. മലയാളത്തിൽ ഒന്നുകൂടെ വായിച്ചേ, അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ട്. നീ കണ്ട മൃഗമോ ആഹാ. ഉണ്ടായിരുന്നതും ഒരു സമയത്തുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലാത്തതും ഇപ്പോൾ ഇല്ലാത്തതും. ഇല്ല. ആഹാ. ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതുമാകുന്നു. അതിന്റെ അർത്ഥം എന്താ? മൃഗം പറയുമ്പോൾ ഒരു രാജാവ് മാത്രമല്ല, ഒരു രാജ്യത്തെയും കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ മൃഗത്തിൽ നമ്മൾ 7 തലയും 10 കൊമ്പും ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ, ആ വേശ്യയെ നമ്മൾ നോക്കിയപ്പോൾ തന്നെ ഈ മഹദ്യാം ബാബിലോൺ, അതിലും 2 ബാബിലോൺ ഉണ്ടല്ലോ, ഒരു ആത്മീയവും ഭൗതികവും. അതുപോലെ തന്നെ മൃഗം ഒരു മർമ്മമാ. ഇതൊരു രാജാവിനെയും കാണിക്കുന്നുണ്ട്, ഒരു രാജ്യത്തെയും കാണിക്കുന്നുണ്ട്. അതായത് എതിർ ക്രിസ്തു, അവനിലോ സാത്താൻ വന്ന് വസിക്കുന്നത്. ഇതിൽ എഴുതിയേക്കുന്നേ ഒരു സമയത്തുണ്ടായിരുന്നു, ഇപ്പോഴോ ഇല്ല. അതിൻ്റെ അർത്ഥം വെളിപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ, ഒരു മുറിവ്. എതിർ ക്രിസ്തുവിന് നമ്മൾ വായിച്ച വെളിപ്പാട് 13-ാമത്തെ അധ്യായം, അതിൽ അതിൻ്റെ കുറിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അതിൻ്റെ 3-ാമത്തെ വാക്യം, അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പൊറത്തുപോയി. സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. സോ അത് തന്നെയാ ഇവിടെ നമ്മൾ കാണുന്നത്. ഈ മൃഗത്തിന് മരണകരമായ ഒരു മുറിവുണ്ടായിരുന്നു, ഫേറ്റൽ. ഇവിടെ നമ്മൾ സാത്താന്റെ വഞ്ചനയും ശ്രദ്ധിക്കേണ്ടത്. ദൈവാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ സെയിം അത്ഭുതത്തിന്റെ ഒരു കോപ്പിയാ എതിർ ക്രിസ്തുവും സാത്താനും പ്രവാചകൻ സാത്താനിയ ത്രിത്വം ചെയ്യുന്നത്. ഈ മഹോപദ്രവ കാലത്തിന്റെ മധ്യത്തിൽ ഈ എതിർ ക്രിസ്തുവിന് മരണകരമായ ഒരു മുറിവുണ്ട്. ആൾക്കാർ ചിന്തിക്കുന്നത് മരിച്ചു പോയിന്നേ. പക്ഷെ കള്ളപ്രവാചകനും സാത്താനും എല്ലാം ചേർന്ന് ചെയ്യുന്ന ഒരു അത്ഭുത കാര്യം, പിന്നെയും മരിച്ചുപോയിന്ന് ചിന്തിച്ച് ആ എതിർ ക്രിസ്തു ഉണ്ട് പിന്നെയും പ്രത്യക്ഷനാകുന്നു. അതിനൊരു ജസ്റ്റ് ഒരു വീക്ക് എക്സാമ്പിൾ. 2 ആഴ്ച മുമ്പേ നമ്മൾ പറഞ്ഞല്ലോ, ചൈനീസ് പ്രസിഡന്റ് അണ്ടർ ഹൗസ് അറസ്റ്റ്. ഇന്നോ 3-ാമത്തെ ടേമിന് വേണ്ടി അദ്ദേഹത്തെ അനുവദിച്ചേക്കുന്നു. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, വീക്ക് എക്സാമ്പിൾ പറഞ്ഞതാ. സാത്താൻ ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയെ കോപ്പി ചെയ്യുന്നവനാ. ദൈവത്തിൽ ത്രിത്വമുണ്ട്, സാത്താനിലും ത്രിത്വം പറഞ്ഞ അവന്റെ ത്രിത്വം എങ്ങനാ? സാത്താനുണ്ട്, എതിർ ക്രിസ്തുവുണ്ട്, കള്ളപ്രവാചകൻ. കോപ്പിയാ, ഒറിജിനൽ അല്ല. ദൈവം അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്ന പോലെ സാത്താനും അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ, മിസ്രൈമിൽ മോശ ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങൾക്കും ഒരു കോപ്പി ഉണ്ടല്ലോ. ദൈവത്തിന് മാത്രമല്ല, എനിക്കും ചെയ്യാം. എതിർ ക്രിസ്തുവും പ്രവാചകനും ചെയ്യുന്നുണ്ടല്ലോ. സോ ആ എതിർ ക്രിസ്തുവിനെ കുറിച്ചാ ഇവിടെ പറയുന്നത്. ഇവിടെ എഴുതിയേക്കുന്നത് ആൻഡ് ഷെൽ അസെൻഡ് ഔട്ട് ഓഫ് ദ ബോട്ടംലെസ് പിറ്റ്. മലയാളത്തില് 8-ാമത്തെ വാക്യം, ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകാൻ ഇരിക്കുന്നതുമാകുന്നു. അഗാധത്തിലേക്ക് കയറി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഈ അഗാധ കൂപത്തിൽ കിടക്കുന്ന അപ്പോളിയൻ അല്ല. അഗാധത്തിൽ നിന്ന് കയറൂ എന്ന് പറയുമ്പോൾ പൂർണ്ണമായി സാത്താന്യമാണ്.
എതിർ ക്രിസ്തു പൂർണ്ണമായി അവനിൽ തന്നെ സാത്താൻ വസിക്കുന്നുണ്ട്, കള്ളപ്രവാചകനുമുണ്ട്. ഇനിയും ഈ മുറിവിന്ന് അവന് സൗഖ്യം കിട്ടിയെങ്കിലും പിന്നെയും പ്രത്യക്ഷമായെങ്കിലും ഇവന്റെ അന്ത്യം നാശമാ. അതിനെക്കുറിച്ചാ ദൈവാത്മാവ് യോഹന്നാന് വെളിപ്പെടുത്തി തരുന്നത്. പ്രത്യക്ഷമാകുന്ന എതിർ ക്രിസ്തു വാണുകൊണ്ടിരിക്കുമ്പോഴാ ഒരു വലിയ സംഭവം ഇടയ്ക്ക് ഉണ്ടാകുന്നേ, വലിയൊരു മുറിവുണ്ടാകുന്നത്, മരണകരമായ മുറിവ്. അതും അത് ചെയ്യുന്നതിൻ്റെ പുറേ ആൾക്കാർ അത് കണ്ട് ആശ്ചര്യപ്പെടാനാ. നമ്മുടെ കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അതിൽ നിന്ന് നമ്മുടെ വിശ്വാസം എത്ര ബലപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആ സാത്താൻ മനുഷ്യനെ വഞ്ചിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അത്ഭുത പ്രവർത്തികൾ. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ അത്ഭുതങ്ങളെ കണ്ട് അതിൻ്റെ പുറകെ ഓടല്ലേ, വഞ്ചിക്കപ്പെടും. പിന്നെ കരഞ്ഞിട്ട് കാര്യം. ഇന്ന് ഒത്തിരി അടുത്ത് ഈ രോഗസൗഖ്യം പറഞ്ഞ് വിടുതലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ഇത് ഭൂരിപക്ഷം സാത്താന്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവേ അല്ല, ആൾക്കാരെ വഞ്ചിക്കാൻ വേണ്ടി ചെയ്യുന്ന തന്ത്രങ്ങളാ. നമ്മളും കർത്താവെ അത്ഭുതം ചെയ്യണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നാൽ നമ്മളെ വഞ്ചിക്കാൻ വേണ്ടി തന്നെ ദൈവം അഭിഷേകം ചെയ്ത് ഈ സാത്താന്യ ആത്മാക്കളെ അയക്കും. നമ്മൾ അത്ഭുതങ്ങൾ കണ്ട് ആശ്ചര്യപ്പെടും, പക്ഷെ വഞ്ചിക്കപ്പെടുക. ചെവിയുള്ളവൻ ദൈവാത്മാവ് പറയുന്നത് നല്ലപോലെ മനസ്സിലാക്കിക്കോട്ടെ. ഇവിടെ അതിൻ്റെ താഴെ പറയുന്നത് ആ വാക്യം, they that dwell on the earth shall wonder, whose names were not written in the book of life from the foundation of the world, when they behold the beast that was and is not yet and yet is. മലയാളത്തിൽ, ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേർ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ഇവിടെ ദൈവാത്മാവ് പറയുന്നത് ഭൂമിയുടെ അടിസ്ഥാനം ഇടുന്ന മുമ്പേ തന്നെ അന്നേരം മുതൽ ജീവപുസ്തകത്തിൽ ഇവരുടെ പേര് എഴുതിയിട്ടില്ല. ദൈവാത്മാവ് അങ്ങനെ എന്തിനാ എഴുതുന്നേ? ഓരോ വാക്കുകൾ എഴുതിയേക്കുന്നത് വെറുതെ എഴുതിയേക്കല്ല. ഓരോ വാക്കുകൾ നമ്മൾ ത്രാസിലെടുത്ത് തൂക്കുമ്പോൾ നല്ല അതിന് വെയിറ്റ് ഉണ്ടെന്നേ, കനമുണ്ട്. ഭൂമിയുടെ അടിസ്ഥാനം മുതൽ അവരുടെ പേര് ജീവപുസ്തകത്തിൽ ദൈവം എഴുതിയിട്ടില്ല. അതെന്താ അങ്ങനെ? സ്വർഗത്തിന് മുമ്പേ തന്നെ അറിയാം. സർവജ്ഞാനിയായ ദൈവത്തിന് മുമ്പേ തന്നെ അറിയാം. എത്ര അവസരം കൊടുത്താലും പ്രയോജനമില്ല. പക്ഷെ ദൈവത്തിൻ്റെ നീതിയിൽ ദൈവം അവസരം നൽകി. എൻ്റെ പേര്, നമ്മൾ ഓരോരുത്തരുടെ പേര് ആ ജീവപുസ്തകത്തിൽ ഉണ്ടോ? നമുക്ക് ദൈവം ഇത്ര അവസരങ്ങൾ തന്നിട്ടും ഞാൻ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കുകയാണെങ്കിൽ, കരഞ്ഞുകൊണ്ട് മോങ്ങിക്കൊണ്ട് ഭാരപ്പെട്ടുകൊണ്ട് നടക്കുകയാണെങ്കിൽ, സ്വർഗീയ സന്തോഷം ഞാൻ അനുഭവിക്കുന്നില്ലെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ആ പ്രത്യാശയില്ലെങ്കിൽ, ഒരു ചോദ്യം, ജീവപുസ്തകത്തിൽ പേരുണ്ടോ? ഈ പേരില്ലാത്തവർ ഈ മൃഗത്തിൻ്റെ ഈ കാര്യങ്ങൾ കണ്ട് അവർ ആശ്ചര്യപ്പെടുക, അവർ അത്ഭുതപ്പെടുക. ഇതെങ്ങനെ സംഭവിക്കാൻ കഴിയുന്നേ? എതിർ ക്രിസ്തു ആ വ്യക്തി ഫേറ്റലി വുണ്ടഡാ. കഴിഞ്ഞ ദിവസം ജപ്പാനിലെ ഫോർമർ പ്രൈം മിനിസ്റ്റർ എബി അദ്ദേഹത്തെ വെടിവെച്ചപ്പോൾ ഉടനെ തന്നെ ന്യൂസ് വന്നത് ഫേറ്റലി വൂണ്ടഡ്, മരണകരമായ ഒരു മുറിവാ. ഡോക്ടേഴ്സിന്റെ അടുത്ത് എത്തിയപ്പം ശ്വാസമുണ്ട്. അവരുടെ ലെവൽ ബെസ്റ്റ് ട്രൈ ചെയ്തു. ഫൈനലി അവർ പറഞ്ഞു, നോ,
ഈ എതിർ ക്രിസ്തുയുടെ വിഷയത്തിലും ഇവർ പറയാൻ പോകുന്നത് ജീവിക്കാൻ ഒരു സാധ്യതയും ഇല്ല. അങ്ങനത്തെ ഒരു മുറിവാ. അതെങ്ങനെ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ അതിൻ്റെ പുറകെ സാത്താൻ തന്നെയാ പ്രവർത്തിക്കുന്നത്, ആൾക്കാരെ ആകർഷിപ്പിക്കുവാൻ. അതീന്ന് സൗഖ്യം കിട്ടുമ്പോൾ ലോകം ആശ്ചര്യപ്പെടുക. ഇനിയും താഴെ 9-ാമത്തെ വാക്യം. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. ഇവിടെ അടുത്തത്, ആൻഡ് ഹിയർ ഈസ് ദ മൈൻഡ് വിച്ച് ഹാത്ത് വിസ്ഡം. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ജ്ഞാനം തന്നാൽ മാത്രമേ ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവരെന്തോ പറയുന്നത് ഇവരെന്തോ പറയുന്നത് പറഞ്ഞ് നമ്മൾ അവിടെ ഇവിടുത്തെ കാര്യങ്ങൾ കേൾക്കത്തേ ഉള്ളൂ. ദൈവം നമുക്ക് ജ്ഞാനം തരണമെങ്കിൽ അത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു. മന്ത്രവാദികളെല്ലാം വന്നിട്ടുണ്ട്, ജ്ഞാനികളെല്ലാം വന്നിട്ടുണ്ട്. രാജാവ് സ്വപ്നം പറയുക, ഇവർക്ക് ഒരു പിടിയും കിട്ടുന്നില്ലെന്നേ, ഒരു പിടിയും കിട്ടുന്നില്ല. അവർക്ക് എങ്ങനെ പിടികിട്ടാനാ? ദൈവം കാണിക്കുന്ന സ്വപ്നത്തിന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. ബെൽസസർ ആലയത്തിൻ്റെ വിശുദ്ധ പാത്രത്തിൽ കള്ളുകുടിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഒരു കരം കണ്ടത്. മെനെ മെനെ തെക്കേലു പാഴ്സി. ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല, ഒരു കൈ മാത്രമേ കാണുന്നുള്ളൂ. അതിലെത്ര ആഴങ്ങളുണ്ട്. ദാനിയേൽ ദൈവത്തിൻ്റെ ദാസൻ, സ്വർഗീയ ജ്ഞാനത്താൽ നിറഞ്ഞവൻ, കണ്ട് സ്പഷ്ടമായി അതിൻ്റെ അർത്ഥം പറഞ്ഞു തരുന്നത്. നമ്മൾ ഓരോരുത്തർക്കും ദൈവം സ്വർഗീയ ജ്ഞാനത്താൽ അനുഗ്രഹിക്കുവാനാ ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ എൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും എൻ്റെ മക്കളുടെ കല്യാണം നടന്ന് കിട്ടിയാൽ മതി. കർത്താവേ, എനിക്ക് ബാക്കിയൊന്നും ജ്ഞാനമൊന്നും വേണ്ട. എൻ്റെ ആഗ്രഹം അങ്ങനത്തെ ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എത്ര വിലപ്പെട്ട അനുഗ്രഹമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. ഇവിടെ ജ്ഞാനമുണ്ട്. താഴെ 9-ാം വാക്യം. തല ഏഴും സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അതിന്റെ താഴെ അവ 7 രാജാക്കന്മാരും. 10-ാമത്തെ വാക്യം. അവർ 7 രാജാക്കന്മാരും ആകുന്നു. 5 പേർ വീണുപോയി. 5 പേർ വീണുപോയി. ഒരുത്തനുണ്ട്. മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ പിന്നെ അവൻ കുറഞ്ഞൊന്ന് ഇരിക്കേണ്ടതാകുന്നു. സോ ഇവിടെ ഇനിയിപ്പം ആ സ്ത്രീ ഇരിക്കുന്നത് മൃഗത്തിൽ നിന്ന് മാറി. ഇനി സ്ത്രീനെ ഒന്ന് ശ്രദ്ധിക്കാം. എഴുതിയേക്കുന്ന 7 തല 7 മലയാകുന്നു. ഓൺ വിച്ച് ദ വുമൻ സിറ്റത്ത്. ഇവിടെ 7 മല പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ വിഷയമാണ്. റോം പറഞ്ഞ ഒരു പട്ടണം 7 മലയുടെ മണ്ടയ്ക്ക്. ഇറ്റ്സ് എ സിറ്റി ബേസ്ഡ് ഓൺ 7 ഹിൽസ്. സോ നമ്മളുടെ മനസ്സിൽ ഒരു ചിന്ത വരും, ഇത് റോമിന്റെ കുറിച്ചാണ്. റോമൻ കത്തോലിക്ക സഭ, റോമിൽ വത്തിക്കാൻ ഇല്ലയോ? ഒരു ഭാഗമുണ്ട്. പക്ഷെ അതേസമയം എഴുതിയേക്കുന്നത് 7 മലകളാ, മൗണ്ടൻസാ. റോം ഇരിക്കുന്നത് 7 ഹിൽസിന്റെ പുറത്താ. ഇവിടെ 7 മലകളാ. മലകൾ കാണിക്കുന്നത് ആരെയാ? 7 രാജ്യങ്ങളെയാ കാണിക്കുന്നത്. 7 രാജ്യങ്ങൾ പറഞ്ഞാൽ ഏതാ? ലോകത്തിന്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ഓരോ വലിയ വലിയ രാജ്യങ്ങൾ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്. മനുഷ്യന്റെ പുറത്ത് വാഴുവാൻ 7 വിവിധമായ രീതികളിൽ ഭരണങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഓരോ രാജ്യത്തിന്റെ ഭരണമല്ല, ലോകവ്യാപകമായ ഭരണങ്ങളായിരുന്നു അത്. ഫോർ എക്സാമ്പിൾ, ഇംഗ്ലണ്ടിലെ റാണി മരിക്കുമ്പോൾ
ഒരു സമയത്ത് എത്ര രാജ്യങ്ങളുടെ പുറത്ത് റാണിയായിരുന്നവളാ. അതുകൊണ്ടില്ലേ മരിച്ചപ്പം അത്രയും രാജ്യങ്ങളുടെ ഡിഗ്നിറ്ററീസ് വന്നിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് എന്തിനാ അവിടെ വന്നിരിക്കുന്നത്? ഇന്നത്തെ സൂപ്പർ പവറാ. 14ാമത്തെ റോയിൽ ഇരിക്കുക. എന്താ? മുമ്പേ ആ ശവപ്പെട്ടിക്കകത്ത് ഇരിക്കുന്നവൾ ഒരു സമയം ഞങ്ങളുടെ പുറത്ത് ഭരിച്ചുകൊണ്ടിരുന്നവളാ. ഞങ്ങളുടെ രാജ്യത്തിന്റെ പുറത്ത് ഭരണം ഉണ്ടായിരുന്നു ഇവരുടെ. സോ അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുക. ലോക ചരിത്രം നോക്കിയ 7 ഭരണങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യമേ നമുക്ക് മിസ്രൈമുണ്ട്, ഈജിപ്ഷ്യൻ. അത് കഴിഞ്ഞ് അസിറിയൻസ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാബിലോൺ സാമ്രാജ്യം. അത് കഴിഞ്ഞിട്ട് മേദോ പേർഷ്യൻ. ഇത് കഴിഞ്ഞ് ഗ്രീസ് വന്നു. അത് കഴിഞ്ഞിട്ട് യോഹന്നാന്റെ സമയത്ത് റോമ സാമ്രാജ്യം. ഇനിയും ഒരു ഭരണം വരാൻ പോകുന്നത് അതായത് എതിർ ക്രിസ്തുയുടെ ലോകവ്യാപകമായ ഒരു ഭരണം. ഇന്ന് ഓരോ രാജ്യത്തിൻ്റെ അതിൻ്റെതായ തന്നെ ഭരണങ്ങളുണ്ട്. ഇനിയും ലോകം കാത്തിരിക്കുന്ന പഴയ റോമ സാമ്രാജ്യത്തെ പോലെ തന്നെ ആ സാമ്രാജ്യം പിന്നെയും പൊങ്ങി വരും. അതിനാ കാര്യങ്ങളെല്ലാം നീങ്ങി വരുന്നത്. യൂറോപ്പിൽ നടക്കുന്ന ഈ യുദ്ധങ്ങൾ, ഇംഗ്ലണ്ടിലുള്ള ഫൈനാൻഷ്യൽ ക്രൈസിസ്, ഒരു പ്രൈം മിനിസ്റ്റർ 45 ഡേയ്സ് ഇരുന്നതേ ഉള്ളൂ, ഉടനെ തന്നെ റെസിഗ്നേഷൻ കൊടുത്ത് അങ്ങ് പോവുക. മുമ്പത്തെ പ്രൈം മിനിസ്റ്റർ പിന്നെയും ഓട്ടത്തിൽ വന്നിട്ടുണ്ട്. സോ ഇതെല്ലാം നീക്കങ്ങൾ, വേറെ ഒത്തിരി നീക്കങ്ങൾ നടക്കുന്നത് 7 ഭരണങ്ങളെ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, ആൻഡ് വെൻ ഹി കമത്ത് ഹി മസ്റ്റ് കണ്ടിന്യൂ എ ഷോർട്ട് സ്പേസ്. എതിർ ക്രിസ്തു വരുമ്പോൾ കൂടുതൽ നാളില്ല ഭരണം. എണ്ണി 7 വർഷമേ കൊടുത്തിട്ടുള്ളൂ. ഈ ഭൂമിയിൽ വാഴുവാൻ സ്വർഗം 7 വർഷം മാത്രം. അതിന്റെ താഴെ 11. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8ാമത്തവനും 7 ഉൾപ്പെട്ടവനും ആകുന്നു തന്നെ. ഇനി 12. അവൻ നാശത്തിലേക്ക് പോകുന്നു. യെസ്. നീ കണ്ട 10 കൊമ്പ്. ഇനിയും 10 കൊമ്പുകൾ. 10 രാജാക്കന്മാർ. 10 രാജാക്കന്മാർ. അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ പോകുന്നില്ല. ദാനിയേൽ 2ാമത്തെ അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച 4ാമത്തെ അധ്യായത്തിൽ ഒരു വലിയ മരത്തെക്കുറിച്ച് കണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ 2ാമത്തെ അധ്യായത്തിൽ നെബൂഖദ്നേസർ വേറെ ഒരു സ്വപ്നം കണ്ടു, വലിയൊരു ബിംബം. അതിൻ്റെ താഴെ കാലിന് 10 വിരലുണ്ട്. 10 വിരലുണ്ട് ആ കാലിൻ്റെ പാതയ്ക്ക്. ആ 10 ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ 10 കൊമ്പുകളുണ്ട്. 10 രാജാക്കന്മാർ. അതിന്റെ താഴെ അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. അവിടെ എഴുതിയേക്കുന്നേ 10 രാജാക്കന്മാർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. ഒരു നാഴികയിൽ വേണ്ടി അവരെന്തോ ചെയ്യും? രാജ്യത്വം പ്രാപിക്കും. അതും ആരുടേന്നാ? മൃഗത്തീന്ന്. സോ അതിന്ന് നമുക്ക് മനസ്സിലാകുന്ന എതിർ ക്രിസ്തു രാജ്യത്വം എടുക്കുമ്പോൾ 10 രാജാക്കന്മാർ മുമ്പേ വരുന്നുണ്ട്. എതിർ ക്രിസ്തു ഉണ്ട്. അവൻ്റെ അകത്ത് സാത്താൻ വന്ന് വസിക്കുന്നു. വ്യാജമായ പ്രവാചകനുണ്ട്. ഇത് കൂടാതെ ഈ സ്ത്രീയെ നമ്മൾ കണ്ടല്ലോ, റോമൻ കത്തോലിക്ക സഭയും. അതിൻ്റെ കൂടെ ഈ 10 രാജാക്കന്മാർ പറഞ്ഞാൽ 10 അധികാരികൾ എഴുന്നേക്കും. എതിർ ക്രിസ്തു അങ്ങനെ ലോകം വ്യാപകമായി വാഴാൻ പോകുന്നത്. പക്ഷേ ഇവർക്ക് രാജ്യത്വം എതിർ ക്രിസ്തു മുഖാന്തരമാ കിട്ടുന്ന കുറച്ച് നേരത്തേക്ക് മാത്രമാ. എന്തിനാ? ലോകത്തെ കൈവശമാക്കാൻ.
അതിലാ വരുന്നത് യൂറോപ്യൻ യൂണിയനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. 10 രാജാക്കന്മാർ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തേക്കാ അവർക്ക് കിട്ടുന്നത്. 13-ാമത്തെ വാക്യം. ഇവർ ഒരേ അഭിപ്രായമുള്ളവർ തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവരുടെ ശക്തിയും അധികാരവും അവർ ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു? മൃഗം അവർക്ക് അധികാരം കൊടുക്കുന്നു. ഒടുവിൽ ഇവർ അധികാരം മുഴുവനും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. കാരണം പദ്ധതി മൃഗത്തിന്റെ കയ്യിൽ വേണം സർവാധികാരം. അതിനു വേണ്ടിയുള്ള നീക്കങ്ങളാ. ഇനി 14 മുതൽ നമുക്ക് വായിക്കാം. കുറച്ച് സമയം കടന്നു പോന്നു എങ്കിലും നമുക്കത് വായിക്കാം. അവർ കുഞ്ഞാടിനോട് പോരാടും. ഇനിയും അടുത്തത്, ഇവർ കുഞ്ഞാടുമായി പോരാടും. കർത്താവായ യേശു ദാനിയേൽ 2-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ആ ദൃശ്യം, വലിയ ബിംബം, അതിന്റെ കാല് 10 വിരലുകളുണ്ട്. ഒരു ചെറിയ കല്ല് ഉരുണ്ട് വരുന്നുണ്ട്. വലിയ സാമ്രാജ്യത്തിന്റെ ലാസ്റ്റ്. ഇപ്പം ഡെമോക്രസിയും ഡിക്റ്റേറ്റർഷിപ്പ് എല്ലാം ഉണ്ട്. ഈ 10 രാജാക്കന്മാർ, അതിന്റെ ബലത്തിലാ ഈ ബിംബം നിൽക്കുന്നത്. അതിന്റെ ക്ലോസിംഗാ വരുന്നത്. ഇവർ കുഞ്ഞാടുമായി എന്തോ ചെയ്യും? പോരാടും. അത് കഴിഞ്ഞിട്ട് താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരായി അവരെ ജയിക്കും. അവരെ എന്തോ ചെയ്യും? ഇംഗ്ലീഷിലാണെങ്കിൽ these shall make war with the lamb and the lamb shall overcome them, for he is the Lord of lords and King of kings, and they that are with him are called and chosen and faithful. കുഞ്ഞാട് 2-ാമത്തെ വരവിൽ ഒലീവ് മലയിൽ ഇറങ്ങുമ്പോഴാ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ കണ്ടല്ലോ. അർമഗദോൻ, യസ്രീൽ താഴ്വര, ഇതെല്ലാം കാണുമ്പോൾ അവിടെ കുഞ്ഞാടിന്റെ കൂടെ രാജാവിന്റെ കൂടെ കർത്താവിന്റെ കൂടെ മധ്യാകാശത്തിലല്ല, ഒലിവ് മലയിൽ ഇറങ്ങി വരുന്നത് ആരൊക്കെയാ? വിളിക്കപ്പെട്ടവർ, തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരായും നമ്മൾ കാണുമോ? ആ കർത്താവിന്റെ 2-ാം വരവിൽ 1000 ആണ്ട് വാഴ്ച തുടങ്ങാൻ പോകുമ്പോൾ പോയോർ എല്ലാം വരിക. പോയോർ എല്ലാവരും വരും. ചിലർക്ക് ചോദ്യമുണ്ട്, കർത്താവിന്റെ 2-ാമത്തെ വരവിൽ ആരൊക്കെ വരുന്നേ? പോയോർ എല്ലാം വരുന്നേ. എന്താ ഞാൻ അങ്ങനെ പറയുന്നത്? കർത്താവിന്റെ ഈ ഭൂമിയിലുള്ള 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ ഇന്ന് പോയോർ എല്ലാം കണ്ട് അനുഭവിക്കും. കാരണം അവർ ഈ ഭൂമിയിൽ ഉള്ളപ്പം അനീതി കണ്ടതാ, അനുഭവിച്ചതാ. അവർ കർത്താവിന്റെ കൂടെ വരുമ്പോൾ അവർ ഈ ഭൂമിയിൽ നമ്മുടെ കർത്താവിന്റെ രാജ്യത്തെ ഈ ഭൂമിയിൽ തന്നെ അവർ അനുഭവിക്കും. അവിടെ വരുന്ന ഒരു വിഷയം ശ്രദ്ധിക്കേണ്ടത്, കർത്താവിന്റെ രഹസ്യ വരവിൽ സഭ ഇവിടുന്ന് എടുക്കപ്പെടും. വിശ്വാസി നല്ലപോലെ മനസ്സിലാക്കണം, വിശ്വാസി മരിച്ചവർ ഉയർത്തെഴുന്നേക്കും. ബാക്കി എല്ലാവരും ഉയർത്തെഴുന്നേക്കുന്നത്, ബാക്കി എല്ലാവരും പറഞ്ഞ വിശ്വാസി മരിച്ചവർ, സഭ കൂടാതെ മറ്റവർ ഉയർത്തെഴുന്നേക്കുന്നത് എപ്പോഴാ? കർത്താവിന്റെ 2-ാമത്തെ വരവിലാ. അത് മറ്റവർ പറയുമ്പോൾ ആരൊക്കെയാ? ദൈവസഭയുമായി ബന്ധപ്പെട്ടവരല്ല, രക്തസാക്ഷികളായി മഹാഉപദ്രവകാലത്തിൽ മരിച്ചവരും. അവർ ഉയർക്കപ്പെടുന്നത് കർത്താവിന്റെ 2-ാമത്തെ വരവിൽ. അതിന്റെ താഴെ 15-ാമത്തെ വാക്യം. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശ്യ ഇരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. ഭാഷകളും. എത്ര പേരുടെ പുറത്താ ഈ വേശ്യ ഇരിക്കുന്നത്? ഈ മൃഗം ഈ വേശ്യയെ വഹിച്ചുകൊണ്ട് നടന്നതാ.
അവളുടെ ഭാരം ഈ മൃഗം വഹിച്ചതാ. എത്ര ജനത്തിന്റെ മേല ഇത് വാഴുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ അവർക്ക് വേണ്ടി കരയേണ്ടിയ ദിവസങ്ങളാ. കർത്താവേ, അവരുടെ കണ്ണൊന്ന് തുറക്കണമേ. ഈ വേശ്യയുടെ തന്ത്രങ്ങൾ മനസ്സിലാക്കുവാൻ. നമ്മുടെ എത്ര ബന്ധക്കാർ ഇതുവരെ ഈ സത്യം അറിഞ്ഞിട്ടില്ല. അവർ ഈ സത്യത്തിൽ വരുവാൻ നമ്മൾ കരയേണ്ടിയ ദിവസങ്ങളായത്. കാരണം അവർക്ക് ഈ വഞ്ചന ഇപ്പം മനസ്സിലാകുന്നില്ല. ഒരു ദിവസം മനസ്സിലാവുമ്പോഴത്തേക്ക് ഒത്തിരി താമസമാവും. അതിൻ്റെ താഴെ 16-ാമത്തെ വാക്യം. നീ കണ്ട 10 കൊമ്പും നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദ്വേഷിച്ച് ഇനിയും വേശ്യയെ ദ്വേഷിച്ചിട്ട് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും. ഈ 10 കൊമ്പുകളും മൃഗവും ഇതുവരെ വഹിച്ചോണ്ടിരുന്ന ഈ വേശ്യയെ എന്തോ ചെയ്യും? ദ്വേഷിച്ച് അവളില്ലയോ രാജാക്കന്മാരുമായി അഡൾട്ടറി ചെയ്തത്, ഫോർണിക്കേഷൻ ചെയ്തത്, വ്യഭിചാരം ചെയ്തത്. അവർ തന്നെ ഈ എതിർ ക്രിസ്തുവും ഈ 10 രാജാക്കന്മാർ ഇവളുടെ നേരെ വിരോധമായി തീരും. ഇതുവരെ വഹിച്ചത് എന്തിന്? കാരണം അവൾ മുഖാന്തരം മനുഷ്യരെ ആകർഷിക്കുവാൻ. ഒടുവിൽ എതിർ ക്രിസ്തുവിന് അധികാരമെല്ലാം വേണ്ടിയത്. അവനെ ആ ദൈവമായിട്ട് ആരാധിക്കേണ്ടത്. അദ്ദേഹം അടുത്ത ഒരാളിനെ ടോളറേറ്റ് ചെയ്യത്തില്ല. ഇതൊന്നും മനസ്സിലാക്കാൻ നിങ്ങൾ ഇന്നലത്തെ ചൈനയിലെ കോൺഗ്രസിൽ നടന്ന ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പ്രസിഡന്റ് സായ് അവിടെ ജിൻപിങ് ഇരിക്കുമ്പോൾ അതിൻ്റെ അടുത്തിരുന്നത് ഫോർമർ പ്രസിഡന്റാ. ഇദ്ദേഹം ഇരുന്നതിൻ്റെ മുമ്പേ, ഇദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കുന്നതിന് മുമ്പേ ഇരുന്ന പ്രസിഡന്റാ. അദ്ദേഹത്തെ ആ കസേരന്ന് പൊക്കി ആ കോൺഗ്രസിന്റെ മധ്യത്തിൽ തന്നെ വെളിയിലിറക്കുന്ന ദൃശ്യമാ ഇന്നലത്തെ ന്യൂസിൽ BBC ലോകം മുഴുവൻ കണ്ടത്. ആർക്കും ഒരു പിടിയുമില്ല ഇതെന്താ സംഭവിക്കുന്നത്. സായ് ജിൻപിങ്ങിന്റെ മുമ്പേ ഉണ്ടായിരുന്ന ഫോർമർ പ്രസിഡന്റിനെ കസേരന്ന് 2 പേരെ എഴുന്നേപ്പിച്ച് ഈ കോൺഗ്രസിന്റെ മധ്യത്തിൽ അദ്ദേഹത്തെ കൈപ്പിടിച്ച് വെളിയിലിറക്കുക. ആ സെയിം വിഷയമാ. എതിർ ക്രിസ്തു ഈ മഹാവേശ്യയെ വഹിച്ചു. ഇനിയും അവളെ തിന്നും, അവളെ നഗ്നരാക്കും. എന്താ? വേറെ ആരെയും സഹിക്കത്തില്ല. ഈ എതിർ ക്രിസ്തു തന്നെ, ഞാൻ തന്നെ ദൈവം പറഞ്ഞുകൊണ്ട് നടക്കുന്ന സമയമായത്. റോമൻ കത്തോലിക്ക സഭ അതിൻ്റെ അന്ത്യമോ, അതിൻ്റെ താഴെ വായിച്ചേ, അവരുടെ മാംസം തിന്നും, അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. എത്ര നാശമാ! സ്വർഗത്തിന്റെ നീതി, സ്വർഗത്തിന്റെ ന്യായം ഒന്ന് കണ്ടേ. ഈ അധ്യായത്തിൽ തന്നെ ഇല്ലയോ നമ്മൾ കണ്ട മൃഗത്തിന്റെ മേളിൽ സ്വർണപാത്രത്തിൽ ഭക്തന്മാരുടെ രക്തവും അവൾ ധരിച്ച വസ്ത്രവും എല്ലാം. ഈ അധ്യായം അവസാനിക്കുമ്പോൾ അവൾക്ക് സംഭവിക്കുന്നത്, ഈ സഭയ്ക്ക്, ഈ റോമൻ കത്തോലിക്ക സഭയ്ക്ക് സംഭവിക്കുന്ന നാശം ആരാ നശിപ്പിക്കുന്നത്? എതിർ ക്രിസ്തു. ആരാ അനുവദിക്കുന്നത്? സ്വർഗം തന്നെ ത്രാസിൽ തൂക്കി അളന്ന് ന്യായവിധി അയക്കുന്നത്. അതിന്റെ താഴെ 17-ാം വാക്യം. ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുവോളം തന്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്വം മൃഗത്തിന് കൊടുപ്പാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. യെസ്. നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ. സോ ഇവിടെ നമ്മൾ ഈ 17-ാമത്തെ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ ദൈവം ഇതെല്ലാം അനുവദിക്കുക. ദൈവത്തിന്റെ നീതിയും ന്യായവും. ഇതിൽ നിന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ പോകുന്നു. കർത്താവിൻ്റെ വരവ് അടുത്തു. ദൈവം നമ്മുടെ കണ്ണുകൾ തുറന്നു.
സത്യം മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. നമ്മൾ ദൈവത്തെ എത്ര സ്തുതിക്കേണ്ടിയവരാ. നമ്മൾ ദൈവത്തോട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടി, കർത്താവേ നീ എനിക്ക് ജ്ഞാനം താ. ഐ വോണ്ട് ദാറ്റ് വിസ്ഡം ലോർഡ്. ഇന്ന് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന വിഷൻ സ്വർഗത്തിൻ്റെ ജ്ഞാനമാ. യാചിച്ചാൽ ദൈവം നമുക്ക് ജ്ഞാനം തരുന്നേ. പ്രശ്നം മാറാനും ബുദ്ധിമുട്ടുകൾ മാറാനും ഭാരങ്ങൾ മാറാനല്ല. കർത്താവെ നീ ആ ജ്ഞാനം തന്നെ. ഈ സാഹചര്യത്തിൽ ഞാൻ എന്തുവാ ചെയ്യേണ്ടത്? എനിക്ക് അറിയുന്നില്ല കർത്താവെ എന്തുവാ ചെയ്യേണ്ടത്. നീ എനിക്ക് ജ്ഞാനം തരണമേ കർത്താവെ. നിന്റെ ഹിതപ്രകാരം ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ എൻ്റെ ജീവിതം മറ്റവർക്ക് ആശ്വാസത്തിൻ്റെ കാരണമാക്കണമേ. നമ്മൾ ഈ 17-ാമത്തെ അധ്യായത്തിൽ എത്ര കാര്യങ്ങൾ വായിച്ചു, മനസ്സിലാക്കി. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം ഓരോ അധ്യായങ്ങൾ നമ്മൾ വായിച്ച് പഠിച്ച് ഓരോ വാക്കുകൾ ശ്രദ്ധിച്ച് ദൈവാത്മാവ് നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയാ. നമ്മുടെ ജ്ഞാനം വർദ്ധിപ്പിക്കാനല്ല, നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക്. സ്നേഹിതനാണെങ്കിൽ സ്വർഗം എന്നോട് എത്ര കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. മോശെ ദൈവം മലമണ്ടയ്ക്ക് വിളിച്ചല്ലോ, 40 ദിവസം 2 അവസരങ്ങളിൽ ഇരുത്തിയല്ലോ. ചില കാര്യങ്ങൾ എൻ്റെ ദാസനോട് എനിക്ക് സംസാരിക്കണം. അബ്രാമിനോട് സംസാരിക്കാൻ സ്വർഗം തന്നെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. നമ്മുടെ കൂടെ ദൈവം വസിക്കുന്നുണ്ട്. മോശയ്ക്കാണെങ്കിൽ മലമേളിൽ കയറേണ്ടി വന്നു. അബ്രഹാമിന്റെ അടുത്ത് ദൈവം കുറച്ചു നേരത്തേക്ക് ഇറങ്ങി വന്നു. നമ്മുടെ കൂടെ ആ ദൈവം തന്നെ വസിക്കുന്നുണ്ട്. എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ നമ്മള്. തന്നെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, പിതാവിനോട് സംസാരിക്കുമ്പോൾ എത്ര കാര്യങ്ങൾ ദൈവത്തിന് പറയാനുണ്ട്. എത്ര മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. രാജാതി രാജാവ്, കർത്താതി കർത്താവ് ഒലിവ് മലയിൽ ഇറങ്ങി വരുമ്പോൾ ഇവരെ നശിപ്പിക്കുന്നത് നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ പഠിച്ചല്ലോ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ ലോകം, ഇന്ത്യ മുഴുവനും ദീപാവലി ആഘോഷിക്കുമ്പോൾ നിന്റെ സന്നിധിയിലിരുന്ന് നിന്നെ ആരാധിക്കുവാനും പാടി പുകഴ്ത്തി നിന്നെ സ്തുതിക്കുവാനും നിന്റെ വചനം ധ്യാനിക്കുവാൻ തന്ന ഈ അവസരത്തിനായി സ്തോത്രം. മറ്റൊരു ദീപങ്ങൾ കത്തിക്കുമ്പോൾ നീ ഞങ്ങളെ ലോകത്തിന്റെ ദീപമാക്കി എന്നെ സ്തോത്രം കർത്താവേ. ഇരുട്ടിൽ കിടന്നവരാ, നിന്റെ കൃപ പിതാവേ, ലോകത്തിന്റെ വെളിച്ചം ഞങ്ങളുടെ ഇരുണ്ട ലോകത്തിൽ വന്നു ഞങ്ങളെ വെളിച്ചമാക്കി. കർത്താവേ, ഞങ്ങൾക്ക് മടക്കി തരുവാനൊന്നുമില്ല. നിന്റെ സ്വർഗീയ ജ്ഞാനത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ വരവടുത്തിരിക്കുമ്പോൾ ആത്മാവിൽ ബലപ്പെട്ട്, ഹല്ലേലൂയ, നിന്റെ സ്നേഹിതന്മാരായി തീരുവാൻ നിന്റെ സന്നിധിയിൽ തന്നെ ഇരുന്ന് കർത്താവെ നിന്റെ വചനം ധ്യാനിക്കുവാനും നീയുമായിട്ട് സംസാരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കണമേ. ജാതികൾ ചെയ്യുന്ന ജൽപ്പനം പോലല്ല പിതാവേ, നിന്നോട് ഒരു സ്നേഹിതൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന ആ ഉയർന്ന നിലപാടിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയുമേ ഉയർത്തണമേ കർത്താവേ. ദാനിയേൽ സ്വപ്നങ്ങൾക്ക് അർത്ഥം സ്വയമേ അല്ല പറഞ്ഞു കൊടുത്തത്. കർത്താവെ, നീ സഹായിച്ചതാ. നീ കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നു. ഈ ദിവസങ്ങളിൽ നിന്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ, നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ.
കർത്താവേ, ഞങ്ങളിൽ രോഗികളായിരിക്കുന്ന ഓരോരുത്തരെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉള്ള ഓരോരുത്തരെയും പിതാവേ, നീ അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. സംഭവിക്കുന്നതെല്ലാം ഞങ്ങളുടെ നന്മയ്ക്കാ. ഞങ്ങളുടെ വിശ്വാസത്തെ കാക്കുവാൻ, ഞങ്ങളുടെ ഓട്ടം തികയ്ക്കുവാൻ, നല്ല പോരാട്ടം പോരാടുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. എല്ലാം മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു പിതാവേ. ചെയ്തെല്ലാം നന്മയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായി ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മായുടെ കൂട്ടായ്മ നമ്മൾ ഓരോരുത്തരുടെ കൂടെ നമ്മുടെ കർത്താവിൻ്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് സൂം സെഷനില്ല. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കാരണം നാളെ ഞങ്ങൾ ഔറംഗാബാദിൽ ഒരു ദിവസത്തെ യൂത്ത്സിൻ്റെ കോൺഫറൻസ് ഉണ്ട്. അതിന് ഞങ്ങൾ പോവുക. ആ കോൺഫറൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി സൂം സെഷൻ ഇല്ല. സോ അവിടുത്തെ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുക. വരുന്ന യവനക്കാരെല്ലാവരും ആ കോൺഫറൻസിൽ അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം സഹായിച്ചാൽ അടുത്ത ഞായറാഴ്ച രാത്രി സൂം സെഷൻ കാണും. ആ സൂം സെഷൻ ലാസ്റ്റ് ആയിരിക്കും ഒക്ടോബർ മാസത്തെ. അത് കഴിഞ്ഞിട്ട് നവംബർ മാസം കംപ്ലീറ്റ്ലി സൂം സെഷൻ കാണത്തില്ല. കാരണം ഞങ്ങൾ പിന്നെയും നോർത്ത് ഇന്ത്യയിൽ സഭകൾ വിസിറ്റ് ചെയ്യുവാൻ ഞങ്ങൾ ട്രിപ്പിന് ആ ഞായറാഴ്ച രാത്രി തന്നെ തിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അടുത്ത ഞായറാഴ്ച രാത്രി സൂം സെഷൻ കാണും. അതിൽ പങ്കെടുക്കാം. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥ.